എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്വപ്ന ഭവനം നിർമ്മിക്കാൻ അനുയോജ്യമായ പ്ലോട്ട് തിരഞ്ഞെടുക്കുന്നത് വാസ്തുശാസ്ത്രപ്രകാരമാണെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെയും കുടുംബാംഗങ്ങളുടെ സന്തോഷത്തെയും പിന്നീടുള്ള സാമ്പത്തിക വിജയത്തെയും സ്വാധീനിക്കുന്ന ഒരു നിർണായക തീരുമാനമായിരിക്കും. വീടിന്റെ വാസ്തുശാസ്ത്രത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഭൂമിയുടെ അല്ലെങ്കിൽ ഒരു പ്ലോട്ടിന്റെ വാസ്തുശാസ്ത്രം. അതുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ ഭവനം നിർമ്മിക്കാൻ അനുയോജ്യമായ പ്ലോട്ട് വാസ്തുശാസ്ത്രപ്രകാരം തിരഞ്ഞെടുക്കാമെന്നും നമ്മൾ വാങ്ങിയ പ്ലോട്ട് അല്ലെങ്കിൽ വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വാസ്തുശാസ്ത്രപ്രകാരം ശരിയാണോ എന്നും എല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം. ഒന്നാമതായിട്ട് നമ്മളുടെ പ്ലോട്ടിന്റെ ആകൃതി എങ്ങനെയുള്ളതായിരിക്കണം, ഏതാണ് അനുയോജ്യമായ പ്ലോട്ട് എന്ന് നോക്കാം. തുല്യ നീളവും വീതിയുമുള്ള ഒരു പ്ലോട്ടാണ് നിർമ്മാണത്തിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി കണക്കാക്കപ്പെടുന്നത്. അതായത് ചതുരാകൃതിയിലുള്ള പ്ലോട്ട്. ഇങ്ങനെയുള്ള സ്ഥലത്ത് വീട് പണിതാൽ വീട്ടിലെ അംഗങ്ങൾക്ക് ഐശ്വര്യവും സന്തോഷവും സാമ്പത്തിക വളർച്ചയും എല്ലാം ഉണ്ടാകുമെന്ന് കണക്കാക്കുന്നു. പുരാതന കാലത്ത് ഇന്നത്തെ നാലുകെട്ടുകൾ പോലെ മികച്ച വായുസഞ്ചാരത്തിനായി മധ്യത്തിൽ ചതുരാകൃതിയിലുള്ള മുറ്റത്തിനു ചുറ്റും വീടുകൾ രൂപകൽപ്പന ചെയ്തിരുന്നു. ഇത് ഏറ്റവും അനുയോജ്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ചതുരാകൃതിയിലുള്ള പ്ലോട്ടുകൾ പോലെ തന്നെ ദീർഘചതുരാകൃതിയിലുള്ള പ്ലോട്ടുകളും വീട് പണിയുന്നതിന് ഉത്തമമാണ്. സ്ഥലത്തിന്റെ നീളവും വീതിയും 1:2 എന്ന അനുപാതത്തിൽ വരുന്ന പ്ലോട്ട് വാസ്തുശാസ്ത്രപ്രകാരം നല്ലൊരു സ്ഥലമായി കണക്കാക്കപ്പെടുന്നു. നീളം വടക്കോട്ടും വീതി പടിഞ്ഞാറോട്ടും അഭിമുഖീകരിക്കുകയാണെങ്കിൽ അത് ഏറ്റവും അനുയോജ്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഇത്തരം പ്ലോട്ടുകൾ നല്ല ആരോഗ്യം, സമ്പത്ത്, സമൃദ്ധി എന്നിവ വീട്ടിൽ താമസിക്കുന്നവർക്ക് നൽകുന്നു. ട്രയാങ്കുലർ പ്ലോട്ട് അല്ലെങ്കിൽ ത്രികോണാകൃതിയിലുള്ള പ്ലോട്ട് വാസ്തുശാസ്ത്രപ്രകാരം വീട് വയ്ക്കുന്നതിന് നല്ലതല്ല. അത്തരം സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്ക് അനിഷ്ടതകൾ ഉണ്ടാകുവാനും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ തീപിടുത്തത്തിനും നാശനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട് എന്ന് വാസ്തുശാസ്ത്രപ്രകാരം പറയപ്പെടുന്നു. സർക്കുലർ പ്ലോട്ടുകൾ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലുള്ള പ്ലോട്ടുകൾ, ഇറഗുലർ ഷേപ്പിലായിട്ടുള്ള പ്ലോട്ടുകൾ ഇവയെല്ലാം വാസ്തുശാസ്ത്രപ്രകാരം അത്തരം പ്ലോട്ടുകൾ ഉടമകൾക്ക് ദൗർഭാഗ്യം കൊണ്ടുവരും എന്നതിനാൽ ഇത്തരം രൂപങ്ങൾ വീടുകളുടെ നിർമ്മാണത്തിന് നല്ലതായി കണക്കാക്കുന്നില്ല. അടുത്തതായി പ്ലോട്ടിന്റെ ദിശ അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ഏതാണ് നല്ലത് എന്ന് നമുക്ക് നോക്കാം. വാസ്തുശാസ്ത്രത്തിൽ പ്ലോട്ടിന്റെ ദിശ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഓരോ പ്രധാന ദിശയും നിർദ്ദിഷ്ട ഘടകങ്ങളുമായും ഊർജങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെ ദിശകളാണ് ഭാഗ്യമായി കണക്കാക്കുന്നത് എന്നത് നമുക്ക് നോക്കാം. വാസ്തുശാസ്ത്രപ്രകാരം വടക്ക് ദർശനമുള്ള പ്ലോട്ടുകൾ സാമ്പത്തിക അഭിവൃദ്ധിയും സമ്പത്തും ആകർഷിക്കുന്നതിനാൽ ഇവ ഏറ്റവും ഭാഗ്യമുള്ളവയായി കണക്കാക്കപ്പെടുന്നു. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്കും ഭരണനിർവഹണത്തിന് ഇരിക്കുന്നവർക്കും ഈ പ്ലോട്ടുകൾ കൂടുതൽ അനുയോജ്യമാണ് എന്ന് പറയപ്പെടുന്നു. പുതിയ തുടക്കങ്ങളുടെയും പോസിറ്റിവിറ്റിയുടെയും പ്രതീകമായ ഉദയ സൂര്യനുമായി കിഴക്ക് ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് കിഴക്ക് ദർശനമുള്ള പ്ലോട്ടുകൾ നല്ലതാണ് എന്ന് കരുതപ്പെടുന്നു. ഇവ പുരോഗതി, പ്രശസ്തി, ആത്മീയ വളർച്ച എന്നിവയ്ക്കും അനുകൂലമാണ്. കിഴക്ക് അഭിമുഖമായിരിക്കുന്ന പ്ലോട്ടുകൾ പണ്ഡിതർ, പുരോഹിതർ, തത്വചിന്തകർ, പ്രൊഫസർമാർ എന്നിവർക്ക് നല്ലതാണ് എന്നും കരുതപ്പെടുന്നു. സമൂഹ സേവനങ്ങൾ നടത്തുന്നവർക്ക് അനുയോജ്യമായ ഒരു ദിക്കായിട്ടാണ് പടിഞ്ഞാറ് ദിക്കിൽ ഉള്ള പ്ലോട്ടുകൾ അറിയപ്പെടുന്നത്. ശരിയായ രീതിയിൽ ഡിസൈൻ ചെയ്താൽ പടിഞ്ഞാറോട്ട് ദർശനമുള്ള പ്ലോട്ടുകളിലും നമുക്ക് വീട് വയ്ക്കുന്നതിന് അനുയോജ്യമാണ്. തെക്ക് ദർശനമുള്ള പ്ലോട്ടുകൾ പൊതുവെ ദൗർഭാഗ്യകരമായി കാണപ്പെടുന്നു എങ്കിലും ശരിയായ രീതിയിൽ തിരുത്തലുകൾ വരുത്തി നല്ല ഡിസൈനുകൾ ചെയ്താൽ അവ വിജയത്തിനായി ഉപയോഗിക്കാനും കഴിയും. തെക്ക് അഭിമുഖമായിരിക്കുന്നത് ബിസിനസ് ക്ലാസ്സിനും മാനേജ്മെന്റ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്കും നല്ലതാണ് എന്നും കരുതപ്പെടുന്നു. അടുത്തത് പ്ലോട്ടിന് ചുറ്റുമുള്ള റോഡുകളുടെ സ്ഥാനം എങ്ങനെയെന്ന് നോക്കാം. ഒരു പ്ലോട്ടിന് ചുറ്റുമുള്ള റോഡുകളുടെ സ്ഥാനവും അലൈൻമെന്റും ഈ വസ്തുവിന്റെ ഊർജ്ജത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. വടക്കോ കിഴക്കോ റോഡുകളുള്ള പ്ലോട്ടുകൾ ഇവ വളരെ ഭാഗ്യം നൽകുന്നതായിട്ട് കരുതപ്പെടുന്നു. കാരണം അവ സമ്പത്തും സന്തോഷവും പ്രോത്സാഹിപ്പിക്കുന്നു. തെക്കോ പടിഞ്ഞാറോ റോഡുകളുള്ള പ്ലോട്ടുകൾ അവ ന്യൂട്രലായി കണക്കാക്കപ്പെടുന്നു. അതായത് ചില വാസ്തു പരിഹാരങ്ങൾ ഉപയോഗിച്ച് അത് ശരിയാക്കി നമുക്ക് ആ ദിശയിൽ വീടുകൾ വയ്ക്കാവുന്നതാണ്. ടി ജംഗ്ഷനുകൾ അല്ലെങ്കിൽ ഒരു റോഡിലേക്ക് മറ്റൊരു റോഡ് കൂടിച്ചേരുന്ന സ്ഥലങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്ലോട്ടുകൾ ഒഴിവാക്കുക. കാരണം അവ ദൗർഭാഗ്യവും സാമ്പത്തിക അസ്ഥിരതയും കൊണ്ടുവരുമെന്ന് വാസ്തുശാസ്ത്രപ്രകാരം വിശ്വസിക്കപ്പെടുന്നു. ഇന്റർസെക്ഷനുകളിൽ അഥവാ രണ്ട് റോഡുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ഇടങ്ങളിൽ വരുന്ന പ്ലോട്ടുകൾ, ഷാർപ്പായ തിരിവുകൾ അതായത് കോണുകൾ പോലെ വരുന്ന റോഡുകളുടെ അടുത്ത് വരുന്ന പ്ലോട്ടുകൾ ഇവ ഒഴിവാക്കുക. കാരണം ഇത് ഊർജ്ജ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുന്നു എന്ന് വാസ്തുശാസ്ത്രപ്രകാരം കരുതപ്പെടുന്നു. ഭൂമിയുടെ ചെരുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വടക്ക് കിഴക്കൻ ചെരുവ് വളരെ നല്ലതായിട്ട് കരുതപ്പെടുന്നു. സമ്പത്ത്, ആരോഗ്യം, സമൃദ്ധി എന്നിവ ആകർഷിക്കുന്നതിനാൽ ഇത് ഏറ്റവും മികച്ചതായിട്ട് കണക്കാക്കപ്പെടുന്നു. അടുത്തതായി പ്ലോട്ടിന്റെ മണ്ണിന്റെ ഘടന എങ്ങനെയായിരിക്കണം എന്ന് നോക്കാം. ഒരു പ്ലോട്ടിന്റെ മണ്ണ് വാസ്തുശാസ്ത്രത്തിൽ ഗണ്യമായ പ്രാധാന്യമുള്ളവയാണ്. കാരണം അത് ഫലഭൂയിഷ്ഠതയെയും
സ്ഥിരതയെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. മണ്ണിൻ്റെ ഗുണനിലവാരം, അതിൽ നിർമ്മിക്കുന്ന വീടിൻ്റെ ശക്തിയും അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രെങ്തും അതിൻ്റെ ദീർഘായുസിനെയും ബാധിക്കുന്നു. കറുത്തതോ കളിമണ്ണോ ആയ മണ്ണ്, അതുപോലെ തന്നെ ചതുപ്പ് നിലങ്ങൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ നിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്തതും സ്ട്രക്ചർ പ്രകാരം ബിൽഡിങ്ങിന് പലതരത്തിലുള്ള ദോഷങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ടും ഇത്തരം പ്ലോട്ടുകൾ ഒഴിവാക്കുക. നിർമ്മാണത്തിന് തടസ്സമാകുന്നു എന്നതിനാൽ കട്ടിയുള്ള പാറക്കെട്ടുകൾ നിറഞ്ഞ പ്ലോട്ടുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ധാരാളം പുഴുക്കൾ ഉള്ള ഭൂമിയും ഒഴിവാക്കണം, കാരണം ഇത് മണ്ണ് വളരെ അയഞ്ഞതാണെന്ന് സൂചിപ്പിക്കുന്നു. അടുത്തതായി പ്ലോട്ടിന്റെ സ്ഥാനവും ചുറ്റുപാടുകളും എങ്ങനെയായിരിക്കണം എന്ന് നോക്കാം. വാസ്തുശാസ്ത്ര പ്രകാരം ശ്മശാനങ്ങൾ ഉള്ള പ്രദേശങ്ങളിൽ നെഗറ്റീവ് എനർജി കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഇങ്ങനെയുള്ള പ്ലോട്ടുകൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ രോഗങ്ങളുടെയും നിരന്തരമായ വരവ് ഒരു നെഗറ്റീവ് സ്വാധീനമായി കണക്കാക്കുന്നതുകൊണ്ട് ആശുപത്രികൾക്കടുത്തുള്ള പ്ലോട്ടുകളും വാസ്തുശാസ്ത്രപ്രകാരം നല്ലതല്ല എന്ന് പറയുന്നു. മതപരമായ സ്ഥലങ്ങൾക്കോ ആരാധനാലയങ്ങൾക്കോ നേരെ മുന്നിലുള്ള പ്ലോട്ടുകൾ ഒഴിവാക്കുക എന്ന് പറയപ്പെടുന്നു. നമ്മുടെ ആരോഗ്യകരമായ അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഫാക്ടറികൾ, കെമിക്കൽ പ്ലാന്റുകൾ, അതുപോലെ തന്നെ മലിനജല സ്രോതസ്സുകൾ, അതായത് സീവേജ് ലൈനുകൾ പോലെയുള്ളവ കടന്നു പോകുന്നതിന് സമീപത്തുള്ള പ്ലോട്ടുകൾ ഒഴിവാക്കുക. ഇനി വാസ്തുശാസ്ത്ര പ്രകാരം പ്ലോട്ടിന് ചുറ്റുമുള്ള ജലാശയങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. നദികൾ, കുളങ്ങൾ, തടാകങ്ങൾ തുടങ്ങിയവ പ്രകൃതിദത്ത ജലാശയങ്ങളുടെ സാന്നിധ്യം വളരെ ഭാഗ്യമായി കണക്കാക്കപ്പെടുന്നു. പക്ഷേ അവയുടെ ദിശ നിർണായകമാണ്. വാസ്തുശാസ്ത്ര പ്രകാരം വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ജലാശയങ്ങൾ സമ്പത്ത്, സമൃദ്ധി, സന്തോഷം എന്നിവ കൊണ്ടുവരുന്നതായി കാണപ്പെടുന്നു. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ജലാശയങ്ങൾ സാമ്പത്തിക നഷ്ടവും അസ്ഥിരതയും കൊണ്ടുവരുന്നതിനാൽ അവ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. വടക്ക് അല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തുള്ള ജലാശയങ്ങൾ പൊതുവെ അഭിവൃദ്ധിക്കും പോസിറ്റീവ് എനർജിക്കും അനുകൂലമാണ്. വീട് വയ്ക്കാൻ അനുയോജ്യമായ ഒരു പ്ലോട്ട് നോക്കുമ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരം ഈ മുകളിൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തീർച്ചയായും കൺസിഡർ ചെയ്യേണ്ടതാണ്.